LDC 2024 തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം തുടർന്ന് വരുന്ന LDC പരീക്ഷകളിൽ, തുടർന്നുള്ള ജില്ലകളിലെ പരീക്ഷകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ടോപ്പിക്കുകളെല്ലാം ഒന്ന് നോക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് കുറച്ചുകൂടെ പരീക്ഷകൾ എളുപ്പമായിട്ട് മാറും. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ, ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ്സ് ഡാഷ് അറൈവ്ഡ്. നമുക്ക് തന്നിരിക്കുന്നത് കോൺകോഡുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എലോങ് വിത്ത് എന്ന് വെച്ചിട്ടുള്ള വാക്ക് വച്ച് രണ്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചാൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം എഴുതണം. അപ്പോൾ നമുക്ക് വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്. വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, റാദർ ദാൻ, മോർ ദാൻ, ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ, ഫോളോഡ് ബൈ, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, as well as, as much as, like, unlike, including, not including, excluding, not excluding, അവസാനത്തെ വാക്ക് ആൻഡ് നോട്ട്. ഇത്തരം വാക്കുകൾ വെച്ച് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചാൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം എഴുതണം. ഇവിടെ എലോങ് വിത്ത് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ടൂറിസ്റ്റ് ഗൈഡ് എന്ന് പറയുന്ന ഫസ്റ്റ് സബ്ജക്റ്റ്, ടൂറിസ്റ്റ്സ് എന്ന് പറയുന്ന സെക്കൻഡ് സബ്ജക്റ്റ്. നമുക്ക് ടൂറിസ്റ്റ് ഗൈഡാണ് വച്ചിട്ടാണ് ഉത്തരം എഴുതേണ്ടത്. ടൂറിസ്റ്റ് ഗൈഡ് സിംഗുലാർ ആയതുകൊണ്ട് തുടർന്ന് വരുന്ന ഉത്തരം സിംഗുലാർ ആയിരിക്കണം. നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ ഓപ്ഷനിൽ നിന്ന് ഉത്തരം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓപ്ഷൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പറ്റും. ഹാസ് ഇവിടെ സിംഗുലാറാണ്, ഹാവ് പ്ലൂറലാണ്, ആറ് പ്ലൂറലാണ്. വില്ല് എന്ന് പറയുന്നത് സിംഗുലാറായിട്ട് ഉപയോഗിക്കാം, പ്ലൂറലായിട്ട് ഉപയോഗിക്കാം. വിൽ ബി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഉത്തരം ING വരണം. ആറ് കഴിഞ്ഞാൽ ഉത്തരം ING വരാം. ഹാസും ഹാവും കഴിഞ്ഞാൽ ഉത്തരം V3 ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ടൂറിസ്റ്റ് ഗൈഡ് സിംഗുലാർ ആയതുകൊണ്ട് ഉത്തരം സിംഗുലാർ, അതുകൊണ്ട് ഹാസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം കോമൺ ടാഗുകളുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളുടെ ടാഗ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഷാൾ വി ആണ് ഉത്തരം. അതുപോലെ വരുന്ന ചോദ്യങ്ങളാണ് ലെറ്റ്സിൽ തുടങ്ങുന്ന സെൻറ്റൻസുകൾക്ക് ലെറ്റ്സ്, ലെറ്റസ് എന്നീ വാക്കുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഉത്തരം ഷാൾ വി. എന്നാൽ ലെറ്റ്സിൽ തുടങ്ങുന്ന സെൻറ്റൻസ് തന്നെ ലെറ്റസ് പ്ലീസിലാണ് തുടങ്ങുന്നതെങ്കിൽ, ലെറ്റസ് പ്ലീസ് വന്നിട്ടുണ്ടെങ്കിൽ, ലെറ്റസ് കഴിഞ്ഞിട്ട് പ്ലീസ് എന്ന വാക്കും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഏതിലേക്ക് മാറുന്നു? ഷാൾ വി എഴുതാൻ പാടില്ല, ഉത്തരം വില്യു എഴുതണം. ലെറ്റസ് പ്ലീസ് ആണെങ്കിൽ വില്യു ഉത്തരം. എന്നാൽ ലെറ്റ് മീ എന്നോ ലെറ്റ് മീയിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് വില്ലയും അല്ലെങ്കിൽ വില്ലിയോ എഴുതാം, അതുപോലെ ഷാളയും എഴുതാം. വില്ലിയും ഉത്തരം എഴുതാം, ഷാളയും എഴുതാം. എന്നാൽ ലെറ്റ് മീ പ്ലീസ് ആണ് വരുന്നതെങ്കിൽ വില്ലിയു മാത്രമേ ഉത്തരമായി എഴുതാൻ പറ്റൂ. അപ്പോൾ ലെറ്റസിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളാണെങ്കിൽ ഷാൾ വി, ലെറ്റസ് പ്ലീസ് ആണെങ്കിൽ വില്ലിയു, ലെറ്റ് മീയിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളാണെങ്കിൽ വില്ലിയു എഴുതാം, ഷാളയും എഴുതാം. ലെറ്റ് മീ പ്ലീസ് ആണെങ്കിൽ വില്ലിയു മാത്രം ഉത്തരം. അടുത്ത ലെറ്റ് ഹിമ്മിലോ ലെറ്റ് ഹെറിലോ തുടങ്ങുന്ന സെൻറ്റൻസുകളാണെങ്കിൽ വില്ലിയു ഉത്തരം. ഇത്രയും ഓർമ്മയിലിരിക്കുക. അപ്പോൾ നമുക്കിവിടെ ഉത്തരം ഏതാണ് ചോദിച്ചാൽ ലെറ്റ്സ് മാത്രമേ ഉള്ളൂ. ലെറ്റ്സ് തുടങ്ങുന്നതുകൊണ്ട് ഷാൾ വിയോട് ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ്. ക്വസ്റ്റ്യൻ റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഹീ സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസുകളാണ്. സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പം ദാറ്റ് വന്നിരിക്കണം. അതുപോലെ സെയ്സ് വരുന്ന സെൻറ്റൻസുകളാണ്. പ്രത്യേകത ഓർക്കുക, സെയ്സ് വരുന്ന സെൻറ്റൻസുകളാണ് തരുന്നതെങ്കിൽ മറുഭാഗത്ത് വരുന്ന ടെൻസ് മാറ്റണ്ട. സെയ്സ് വരുന്ന സെൻറ്റൻസുകളാണെങ്കിൽ എന്ത് ചെയ്യണ്ട? മറുഭാഗത്ത് വരുന്ന ടെൻസ് മാറ്റണ്ട, ഓക്സിലറിയിൽ മാറ്റം വരുത്തണ്ട. ഇവിടെ നോക്കിയാണ് ഹീ സെയ്സ് വരുന്ന സെൻറ്റൻസ് ആണ്, മറുഭാഗത്തെ ടെൻസ് മാറ്റണ്ട. അപ്പോൾ ആമിൽ മാറ്റണ്ട, അതായത് ടെൻസ് മാറ്റണ്ട. ആമ് വരുന്ന ടെൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈസും ആമും ഒക്കെ അതിനകത്ത് വരുന്നതാണ്. ഐ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് ഇവിടെ കിടക്കുന്നത്. സബ്ജക്റ്റുകൾ I, V ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് സബ്ജക്റ്റ് സംസാരിച്ച ആൾ ആരാണോ അതാക്കി കൊടുക്കണം. അത് ഓർമ്മയിലിരിക്കുക. അപ്പോൾ ഐയുടെ സ്ഥാനത്ത് ഹി ആയിട്ട് മാറും. ഹി ആവുമ്പം ഹിയോടൊപ്പം ആമ് നിൽക്കാത്തതുകൊണ്ട് ഈസ് ചേർത്ത് എഴുതണം. അപ്പോൾ ഈസ് വരുന്ന ഓപ്ഷൻ നോക്കുക. അപ്പോൾ ഈസ് വരുന്ന നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ കിടക്കുന്നത് ഹി സെഡ് ദാറ്റ് ഹി വാസ് അറ്റൻഡിങ് എ ട്രെയിൻ. വാസ് ആണ്, വാസ് വരേണ്ട കാര്യമില്ല, തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഹി സെയ്സ് ദാറ്റ്. സെയ്സ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അവിടെയും വാസ് ആണ് വന്നിരിക്കുന്നത്. ഹി വാസ് അറ്റൻഡിങ് എ ട്രെയിനിങ്, അതും വരില്ല. മൂന്നാമത്തെ ഓപ്ഷൻ ഹി സെഡ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. അവിടെ ഈസ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ സെഡ് ദാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതുകൊണ്ട് അത് ഉത്തരം വരില്ല. നാലാമത്തെ ഓപ്ഷൻ ഹീ സെയ്സ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. അപ്പോൾ നമുക്ക് ഉചിതമായിട്ടുള്ള ഉത്തരം നാലാമത്തതാണ്. എന്ത് ചെയ്യുന്നു? സെയ്സ് ദാറ്റ് വന്നിരിക്കുന്നു, ഹീ സബ്ജക്റ്റ് മാറിയിരിക്കുന്നു, ഈസ് ഓക്സിലറി പ്രസന്റ് ടെൻസിലെ ഓക്സിലറി തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉത്തരം ഡി ആണ്. അടുത്ത ചോദ്യം, ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്കറിയാം ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട് 3 റൂളുകളാണുള്ളത്. ഒന്നാമത്തെ റൂള്, ഇഫ് പ്ലസ് പ്രസന്റ് ടെൻസ് വന്നിട്ടുണ്ടെങ്കിൽ വെർബ് V1 എസ്സിൽ അവസാനിക്കുന്ന വെർബുകളോ അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ഓക്സിലറീസോ വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 ഉത്തരമായിട്ട് എഴുതാം. രണ്ടാമത്തെ റൂള്, ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് മീൻസ് V2 വരാം, വാസ് അല്ലെങ്കിൽ വേറെ വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം. വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏതാണ്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. മൂന്നാമത്തെ റൂള്, ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പം ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ഹാഡ് വരുന്ന സെനൻസ് ആണ്. എന്നാൽ ഈ ഹാഡ് വരുന്ന സെനൻസുകൾക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഹാഡ് കഴിഞ്ഞിട്ട് നൗണാണ് കിടക്കുന്നതെങ്കിൽ രണ്ടാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം എഴുതണം. എങ്ങനെ? ഹാഡ് കഴിഞ്ഞ് നൗണാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം എഴുതണം. രണ്ടാമത്തെ റൂൾ എന്ന് പറയുമ്പം വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഇനി 2 ഹാഡ് കഴിഞ്ഞിട്ടാണ് നൗൺ വന്നിരിക്കുന്നതെങ്കിൽ മൂന്നാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം എഴുതണം. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 വെച്ച് ഉത്തരം എഴുതണം. ഇത് മറക്കരുത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം, ഇഫ് ഐ ഹാഡ് മണി എന്ന് പറയുന്നത് നൗണാണ്. അപ്പോൾ ഹാഡ് കഴിഞ്ഞിട്ട് മണി നൗൺ വന്നിരിക്കുന്നു. രണ്ടാമത്തെ റൂള് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. അപ്പോൾ വുഡ് പ്ലസ് V1 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഒന്നാമത്തെ വുഡ് ഹാവ് ഹെൽപ്ഡ് വരില്ല, വിൽ ഹെൽപ്പ് വരില്ല, വുഡ് ഹെൽപ്പ് ഉത്തരം വരുന്നു, ഉത്തരം അതാണ്. വുഡ് ബി ഹെൽപ്ഡ് വരില്ല, മറക്കരുത്. ഇനി ഇവിടെ ഹാഡ് മണി എന്നാണ് കടന്നിരുന്നെങ്കിൽ നമുക്ക് വുഡ് ഹാവ് ഹെൽപ്ഡ് ഉത്തരമായിട്ട് എഴുതാമായിരുന്നു. അടുത്ത ചോദ്യം, ദ ഡോൾ ബിലോങ്സ് ഡാഷ് ചൈൽഡ്. അപ്പോൾ നമുക്കറിയാം ബിലോങ്സ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞാൽ ടു ആണ് ചേർക്കുന്നത്. ബിലോങ്സ് ടു, അപ്പം ബിലോങ്സ് ടു ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലെ അറ്റെന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്കറിയാം വ്യക്തമായ സമയത്തിന് മുന്നിൽ, കൃത്യസ്ഥലങ്ങൾക്ക് മുന്നിൽ, ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ ഒക്കെ നമുക്ക് അറ്റ് ചേർത്ത് പറയാം. ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് പരിപാടി തീർന്നു എന്ന് പറയാൻ ഓവർ ചേർക്കാം. ഒന്നിന് കുറുകെ മുകളിലൂടെ എന്ന് പറയാൻ ഓവർ ചേർക്കാം. ഓഫ് എന്നാൽ ഒരു കാരണത്താൽ എന്നർത്ഥത്തിൽ ഓഫ് ചേർത്ത് പറയുന്നു. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പെല്ലിംഗ് കറക്ഷനൊക്കെ നമുക്ക് ചെറിയ അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും വരുന്ന ഒരു ചോദ്യങ്ങളാണ്. നമുക്ക് തന്നിരിക്കുന്ന വാക്ക് പ്രൊപ്രൈറ്റി ആണ്. പ്രൊപ്രൈറ്റി മീൻസ് ഔചിത്യം എന്നാണ് അർത്ഥം. അപ്പോൾ പ്രൊപ്രൈറ്റിയുടെ കറക്റ്റ് മീനിങ് ഏതാണ്? ഇപ്പോൾ ഡി ഓപ്ഷനാണ് പ്രൊപ്രൈറ്റി. PROPRIETY. അപ്പോൾ അത്യാവശ്യമുള്ള സ്പെല്ലിങ്ങുകളൊക്കെ പാഠപുസ്തകത്തിലുള്ള വാക്കായിരുന്നു. അപ്പോൾ അത്യാവശ്യമുള്ള സ്പെല്ലിംഗ് എല്ലാം നോക്കി വെച്ചിരിക്കുക. അതേപോലെ അടുത്തത് ഇഡിയവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ എന്നതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റുകളിൽ ഇഡിയം കളക്ഷൻ അല്ലെങ്കിൽ ഇഡിയമായിട്ട് ബന്ധപ്പെട്ട പാഠങ്ങൾ പുസ്തകത്തിലുണ്ട്. പാഠങ്ങൾ ഇഡിയം വരുന്ന രീതിയിലുള്ള പാഠങ്ങളൊക്കെ പുസ്തകങ്ങളിൽ ഉണ്ട്. അപ്പോൾ ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്നാണ് മീനിങ്. ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് വഴക്കിന് കാരണം എന്ന അർത്ഥത്തിൽ പറയുന്നു. നമ്മൾ പറയില്ലേ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഓഫ് കോറൽ എന്നാണ് അർത്ഥം. ആപ്പിൾ ഓഫ് ഡിസ്കോഡ്, കോസ് ഓഫ് കോറൽ. അതേപോലെ ബോസം ഫ്രണ്ട്, ബിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇഡിയംസ് ആണ്. ബോസം ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? ബോസം ഫ്രണ്ട് മീൻസ് വെരി ക്ലോസ് ഫ്രണ്ട്സ് എന്നാണ് അർത്ഥം. ബോസം ഫ്രണ്ട് മീൻസ് വെരി ക്ലോസ് ഫ്രണ്ട്സ്. പിന്നെ അതുപോലെ ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ അറിയാം റോയൽ ഫാമിലി മെമ്പേഴ്സ്, ഹയർ ബെർത്ത് എന്നൊക്കെ പറയാം. ബ്ലൂ ബ്ലഡ് മീൻസ് റോയൽ ഫാമിലി മെമ്പേഴ്സ് എന്നാണ്. ബെഡ് ഓഫ് നെയിൽ എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ നമ്മൾ ബെഡ് എന്ന് പറഞ്ഞാൽ അറിയാം കിടക്കുന്ന കട്ടിൽ അല്ലെങ്കിൽ ബെഡിനാണ് പറയുന്നത്. നെയിൽ എന്ന് പറഞ്ഞാൽ ആണി. അപ്പോൾ ആണി കിടക്കയിലിരുന്ന് കഴിഞ്ഞാൽ വേദനിക്കുമെന്ന് ഓർത്തായി പെയിൻഫുൾ ലൈഫ് എന്നാണ്. പെയിൻഫുൾ ലൈഫ് അല്ലെങ്കിൽ പെയിൻഫുൾ സിറ്റുവേഷൻ എന്നാണ്. എന്നാൽ ബെഡ് ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ലൈഫ് എന്നാണ് കേട്ടോ. ബെഡ് ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ലൈഫ് എന്നാണ്.
അതേപോലെ ബിഹൈൻഡ് ദ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്ടേ, ബാർ എന്ന് പറഞ്ഞാൽ കമ്പി കഷ്ണങ്ങൾ എന്നാണ്. കമ്പി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നൂടെ, കമ്പി എന്നാണ് അർത്ഥം കേട്ടോ. ബിഹൈൻഡ് ദ ബാർ നമ്മൾ പറയില്ലേ, ജയിലിൽ കിടക്കുന്ന ആൾക്കാർ അഴികളെന്ന് പറയില്ലേ, അഴികൾക്കുള്ളിൽ നിൽക്കുന്നു. ബിഹൈൻഡ് ദ ബാർ എന്നാൽ ബിഹൈൻഡ് ദ എന്ത് ചെയ്യുന്നു, ബിഹൈൻഡ് ദ ബാർ മീൻസ് ഇൻ ജയിൽ എന്നാണ്. ബിഹൈൻഡ് ദ ബാർ മീൻസ് ഇൻ ജയിൽ എന്നാണ് കേട്ടോ. അതേപോലെ ബേർഡ്സ് ഐ വ്യൂ, ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ വ്യൂ എന്നാണ്. ബേർഡ്സ് ഐ വ്യൂ മീൻസ് ജനറൽ വ്യൂ. സ്കൂൾ ടെക്സ്റ്റിലുള്ള ഒന്നാണ് ബ്ലാക്ക് ഷീപ്പ് എന്ന ഡിസ്റെപ്യൂട്ടഡ് മെമ്പർ ഇൻ എ ഫാമിലി. അല്ലെങ്കിൽ ബ്ലാക്ക് ഷീപ്പ് സ്കൂൾ ടെക്സ്റ്റിലുള്ളതാണ്. ബ്ലാക്ക് ഷീപ്പ് ഡിസ്റെപ്യൂട്ടഡ് മെമ്പർ ഇൻ എ ഫാമിലി 9ാം ക്ലാസ്സിലുള്ളതാണ്. അതേപോലെ വരുന്ന 10ാം ക്ലാസ്സിൽ വരുന്ന ഒരു ഇഡിയോമാണ് വിത്ത് എ വെഞ്ചിയൻസ്. സ്കൂൾ ടെക്സ്റ്റിലുള്ളതാണ്. വിത്ത് എ വെഞ്ചിയൻസ് എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ഡിഗ്രി എന്നാണ്. വിത്ത് എ വെഞ്ചിയൻസ് മീൻസ് എ ഗ്രേറ്റർ ഡിഗ്രി എന്നാണ്. ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ്, ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ് അടുത്തൊരു ഇഡിയാണ് ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ്. എന്നാൽ സ്പീക്ക് എബൌട്ട് അവർ സെൽഫ്, നമ്മൾ പൊങ്ങച്ചം പറഞ്ഞ് നടക്കാന്നൊക്കെ പറയുക. സ്പീക്ക് എബൌട്ട് അവർ സെൽഫ്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ പറയുക. വൺ സെൽഫ്, ഒരാളെ കുറിച്ച് തന്നെ അവൻ തന്നെ സ്വയം സംസാരിക്കുക. അപ്പോൾ ഇഡിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ഡാഷ് ഓഫ് വൂൾസ് ഹോൾഡ് അറ്റ് ദ മൂൺ. നോക്കുക, വൂൾഫിൻ്റെ കളക്റ്റിനോണാണ് ചോദിച്ചിരിക്കുന്നത്. കളക്റ്റിനോണ് നമ്മൾ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ടൊരു ടോപ്പിക്കാണ്. പാക്ക് ഓഫ്, അതുപോലെ പ്രൈഡ് ഓഫ്, ഫ്ലോക്ക് ഓഫ്, ഹേർഡ് ഓഫ്. അപ്പോൾ വൂൾസിൻ്റെ കളക്റ്റിനോണ് പാക്ക് ഓഫ് ആണ്. പാക്ക് ഓഫിനകത്ത് വരുന്ന മറ്റ് വാക്കുകളാണ്. പാക്ക് ഓഫ് വൂൾഫ് പറയാറുണ്ട്, ഡോഗ് പറയാറുണ്ട്, പാക്ക് ഓഫ് കാർഡ്സ് പറയാറുണ്ട്, പാക്ക് ഓഫ് സിഗരറ്റ് പറയാറുണ്ട്. അതേപോലെ പ്രൈഡ് ഓഫിനകത്ത് വരുന്ന ലയണും പീക്കോക്കും ആണ് പ്രൈഡ് ഓഫിനകത്ത് വരുന്നത്. ഫ്ലോക്ക് ഓഫിനകത്ത് വരുന്നത് ഷീപ്പ്, അതേപോലെ ബേർഡ്സ്, അതേപോലെ ടൂറിസ്റ്റ്, ഇതെല്ലാം ഫ്ലോക്ക് ഓഫിനകത്ത് വരുന്നു. ഹേർഡ് ഓഫിനകത്ത് വരുന്നത് വന്യമൃഗങ്ങളായിട്ടുള്ള സസ്യഭുക്കളായിട്ടുള്ള വന്യമൃഗം. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. കൗ, ക്യാറ്റിൽ, ബഫല്ലോ, ഓക്സ്, ബൈസൺ, പിന്നെ അതേപോലെ എലിഫൻറ്റ്, ഗോട്ട്, ഡിയർ, അതേപോലെ സീബ്ര, അതേപോലെ നമ്മുടെ ആൻറ്റിലോപ്പ്, ഇതിൻ്റെ എല്ലാം കളക്റ്റിനോണ് ഹേർഡ് ഓഫ് ആണ്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ സിനോണിം ഓഫ് ഫോർ അമെൻമെൻറ്റ്. അമെൻമെൻറ്റിൻ്റെ സിനോണിമാണ്. ഭരണഘടനയിലേക്ക് നമ്മൾ എപ്പോഴും പഠിക്കുന്ന വാക്കാണ് അമെൻമെൻറ്റ്, മാറ്റം വരുത്തുക എന്നാണ്. അമെൻമെൻറ്റ് മീൻസ് റിലക്റ്റൻ്റ് ഓപ്ഷനിലുണ്ട്, ഹെസിറ്റേറ്റ് ഉണ്ട്, മോഡിഫിക്കേഷൻ ഉണ്ട്, വേഴ്സൺ ഉണ്ട്. അപ്പോൾ മോഡിഫിക്കേഷൻ, ഉത്തരം മോഡിഫിക്കേഷനാണ്. സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യമാണ്, ഐഡൻറ്റിഫൈ ദ എൻറ്റോണിം ഓഫ് ഡിഫിസിൻ്റ്. ഡിഫിസിൻ്റിൻ്റെ സിനോണിം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡിഫിസിൻ്റ് മീൻസ് കമ്മി എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഇത് ചെയ്യുന്നൂടെ. ഡിഫിസിറ്റ് മീൻസ് കമ്മി എന്നൊക്കെ പറയില്ലേ. ഡിഫിസിറ്റ് മീൻസ് കമ്മി എന്നൊക്കെയാണ്, അതായത് കുറവ്, നമ്മൾ കമ്മി ബഡ്ജറ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ തന്നിട്ടുണ്ട്. ഓപ്ഷനിൽ സ്മഡ്ജ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. സ്മഡ്ജ് മീൻസ് എന്ത് ചെയ്യും, നമ്മൾ അഴുക്ക് പിടിക്കുക എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. എന്ത് ചെയ്യും, അഴുക്ക്, കരി പുരളുക എന്നൊക്കെ അർത്ഥത്തിൽ. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ സർപ്ലസ് ആണ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ മെച്ചം അല്ലെങ്കിൽ അധികം എന്നൊക്കെ അർത്ഥത്തിൽ വരുന്നു. അപ്പോൾ ഡിഫിസിറ്റ് മീൻസ് കമ്മി, സർപ്ലസ് മീൻസ് മെച്ചം. അപ്പോൾ ഓപ്പോസിറ്റ് വാക്ക് സർപ്ലസ് ആണ്. അതേപോലെ എന്ത് ചെയ്യുന്നു, റിപ്രൈസ് മീൻസ്, റിപ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരേ രൂപം എന്നാണ് കേട്ടോ, ഒരേ രൂപം, ഒരുപോലെയുള്ളത് എന്ന അർത്ഥത്തിൽ വരുന്നു. സിപ്പറ്റ് മീൻസ് എന്ത് ചെയ്യുന്നു, നമ്മളെ ലഘു ഭക്ഷണങ്ങൾ എന്നൊക്കെ അർത്ഥത്തിൽ വരുന്നു. അപ്പോൾ നമുക്ക് ഉത്തരം ഏതാണ്ട് സർപ്ലസ് ആണ്. അപ്പോൾ ഡിഫിസിറ്റിൻ്റെ ഓപ്പോസിറ്റ് സർപ്ലസ്.